ഉത്തമ, ഞാൻ ഉത്തമനെ കാണാനിരിക്കായിരുന്നു. എന്താ സാറേ പ്രശ്നം? ഉത്തമ, ഞാനൊരു വലിയ കുരുക്കിപ്പെട്ടിരിക്കും, എങ്ങനെയും രക്ഷിക്കണം. എന്താ സാറേ, സാറ് കാര്യം പറ. അതായത് എന്റെ വീട്ടിലൊരു കുരിശ്. കുരിശോ? സാർ മതം മാറിയ? ആ കുരിശല്ല, ഒരു മനുഷ്യ കുരിശ്. മനസ്സിലായില്ല. ഉത്തമ, ഭാമയ്ക്കൊരു ബന്ധുവുണ്ട്, ഉൽപ്പലാക്ഷി അമ്മ. പറഞ്ഞു വരുമ്പോ ഭാമയുടെ അച്ഛന്റെ അമ്മയുടെ സഹോദരിയായിട്ട് വരും. യാതൊരു ബോധമില്ലാത്തൊരു സ്ത്രീയാ. അല്ല, അതുകൊണ്ട് ഈ പറയുന്ന സ്ത്രീ കല്യാണം കഴിച്ചിട്ടില്ല. ചെറുപ്പത്തിലെ എന്തോ പ്രേമനൈവേശത്തിലോ മറ്റോ പെട്ടുപോയതാണ്. വയസ്സായി ചുറ്റുമുള്ള ആൾക്കാരൊക്കെ തട്ടിപ്പോയപ്പോ ഈ സാധനത്തെ നോക്കാൻ ആളില്ല. അതുകൊണ്ട് ഇപ്പോ ഓരോ ബന്ധുവീടുകളായി കയറിറങ്ങിയാണ് ഇപ്പോഴത്തെ പരിപാടി. ഓ, മനസ്സിലായി. ബഹുമാന്യായ മനുഷ്യ കുരിശ് മോഹനേഷ സാറിന്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നു. വന്നു കഴിഞ്ഞു. രാവിലെ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോ ദാ വരുന്നു. എന്നിട്ടെന്താ, തൽക്കാലം ഞാൻ വീടിന്റെ പിറകുവശത്ത് മതിൽ വഴി ചാടി ഓടിക്കളഞ്ഞു. അത് നന്നായി. എന്തായാലും നേരെ കണ്ടാൽ ആദ്യം പറയും മസാലോസ് വേണം, മസാലോസ് വേണം, ഐസ്ക്രീം വേണം, പിന്നെ അടക്കയും ചുണ്ണാമ്പും പുകയിലൊക്കെ ചേർത്ത് എല്ലാം അങ്ങ് വേണമെന്ന് പറയും. കൊള്ളാം, നല്ല സ്റ്റാൻഡേർഡ് പാർട്ടി. ഈ സൈസ് എത്ര ഉണ്ട് വക്കീലിന്റെ ബന്ധുക്കളായിട്ട്? കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ മേലി ഭാവത്ത് കണ്ടുപോകരുത് ഞാൻ പറയാൻ തുടങ്ങിയതാ. ഭാമ സമ്മതിച്ചില്ല, അവളുടെ ബന്ധുവല്ലേ. മോള് കഴിക്കുന്നില്ലേ? ഞാൻ രാവിലെ ചോറ് കഴിക്കാറില്ല. വലിയ കഴിച്ചു. എനിക്ക് ഈ ഇടയായി പുതിയൊരു അസുഖം തുടങ്ങിയിരിക്കാ ഭാമേ. എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. വല്യമ്മയ്ക്ക് അസുഖവും? എന്താ അസുഖം? പിന്നെ വിശപ്പ് തീരെയില്ല. വീട്ടിലാവുമ്പോ രാവിലെ ഒരു ചായ, പിന്നെ 8 മണിയാവുമ്പോ ഇതുപോലെ ഇച്ചിരി ചോറ്. ആകെ കറിയായിട്ട് കഴിക്കുന്നത് തലേ ദിവസത്തെ ഇച്ചിരി സാമ്പാറും ഉണക്കമീനും മാത്രം. പക്ഷെ മോളെ, ഉച്ചവരെ പിന്നെ ഒരു തുള്ളി വിശപ്പില്ല. പിന്നെ വിശപ്പ് വരണമെങ്കിൽ ഒരു 1-1.5 ആവണം. എന്നാലോ ഒരു പ്ലേറ്റ് ചോറും ഇച്ചിരി മീൻകറി, പിന്നെ 1-2 കഷ്ണം കപ്പയും കഴിക്കുമ്പോഴത്തേക്കും വയറങ്ങ് നിറയും. പക്ഷെ ഞാൻ ആരാ മോള്, സംഗതി പ്രശ്നമാണെന്ന് കണ്ടപ്പോ നമ്മുടെ ചാത്തൻകോട്ട വേലായുധ വൈദ്യനില്ലേ, ആ വൈദ്യനെ പോയി കണ്ടു. വൈദ്യൻ നല്ല ഫസ്റ്റ് ഒരു ലേഹ്യം തന്നു. അത് കഴിച്ച പിന്നെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ മോള് ശ്രദ്ധിച്ചോ, ഇത്രയും കഴിച്ചപ്പോഴത്തേക്കും വയറ് ശരിക്കും അങ്ങ് നിറഞ്ഞുപോയി. സാരമില്ല, വേലായുധ വൈദ്യന്റെ ചികിത്സ തുടങ്ങിയതല്ലേ ഉള്ളൂ. പോകെ പോകെ അതിന് ശരിയാവും. പിന്നെ മോളെ, കോഴി പൊരിച്ചതുണ്ടെങ്കിലേ ഒരു 3-4 കഷ്ണം കൂടി എടുത്തോ. വിശപ്പുണ്ടായിട്ടല്ല, ചുമ്മാ പല്ലിനൊരു സുഖം. കോഴി എത്ര വേണമെങ്കിലും ഉണ്ട്. വല്യമ്മ വയറ് നിറയെ കഴിക്കുന്നു കണ്ടാ മതി. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? ഏതെങ്കിലും വഴിക്കാ തള്ളയെ തിരിച്ചോടിക്കണം. വേണം. പിന്നെ വക്കീലെ പിണക്കാതെ നോക്കണം. അതല്ലേ പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ അവരെ കണ്ട നിമിഷം ഇറങ്ങി വിട്ടെന്നെ. അതിലിപ്പം ഒരു കാര്യം ചെയ്യാം. ഇത്തരം അതിഥികളെ കൈകാര്യം ചെയ്യുന്നതിനായി നൂറ്റാണ്ടുകളായി സ്വീകരിക്കുന്ന ഒരു നമ്പറുണ്ട്. ആരെ സിനിമയിലൊക്കെ കണ്ടു കാണും. ഞാൻ അങ്ങനെ സിനിമയൊന്നും കാണാറില്ല. അയ്യോ, കാണരുത്. കാശ് പോകുന്ന ഒരു സംഭവത്തിലും നിൽക്കരുത്. ഉത്തമ കാര്യം പറ. അങ്ങനെയാണെങ്കിൽ സാറിന് ഏതെങ്കിലും സാംക്രമിക രോഗം, അതായത് പകരുന്ന രോഗം ഉണ്ടെന്നങ്ങ് പറയണം. അവരാ വീട്ടിൽ ഇനിയൊരു നിമിഷം കഴിഞ്ഞാൽ അവർക്ക് ഈ രോഗം പകരുമെന്ന് വെച്ചങ്ങ് കാച്ചണം. ഏത് കിളവിയാലും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും സാറേ. എന്ത് രോഗമാണെന്ന് പറയും? അതിപ്പോ എയ്ഡ്സ് ആണെന്ന് പറഞ്ഞാലോ? അയ്യേ, അതാവുമ്പോ ഏത് ഭയങ്കരനും പേടിക്കൂലേ? ശരി, ഇപ്പം എനിക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അവർക്കെങ്ങനെ പകരും? ഓ, അതിനങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. വേറെന്തെങ്കിലും അസുഖം പറയാൻ ഒറ്റ അടിക്ക് വിശ്വസിക്കണം. എനിക്ക് അസൂരിയാണെന്ന് പറഞ്ഞാലോ? അതിപ്പോ ആണുങ്ങളൊക്കെ വേണ്ടേ? ഇതിന് മേക്കപ്പ് ഉണ്ടല്ലോ. ആശ്ചര്യമാവൂലേ? അപ്പൊ കിളവി അവിടെ നിന്ന് ഓടിക്കും വേണം. കയ്യിൽ നിന്ന് 5 പൈസ പോലും ഇറക്കാനും പറ്റൂല. മാറിയില്ല സാറേ, എനിക്ക് പോണം. ഉത്തമ, വേറെന്തെങ്കിലും വഴി പറഞ്ഞിട്ട് പോ. എങ്കിൽ പിന്നെ ഒറ്റ വഴിയുള്ളൂ. എന്താ?
എടാ തിന്ന് മറച്ചിട്ടിന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? നമസ്കാരം ഉൽപ്പലാക്ഷി വല്യമ്മേ. ആഹാ, ഇതാരാ? മോഹനകൃഷ്ണനോ? എടാ, നീ രാവിലെ ഓഫീസിൽ പോയെന്നാണല്ലോ ഭാമ പറഞ്ഞത്. ആഫീസിൽ പോയി, പക്ഷേ അപ്പോഴാണല്ലോ പുതിയൊരു പ്രശ്നം. എന്ത് പ്രശ്നം? ഈ എന്റെ ആഫീസിലൊരാൾക്ക് ചിക്കൻ കുനിയ. ചിക്കൻ കുനിയേ? പുതിയ ചിക്കനാ? ഓ തീറ്റി പണ്ടാരം. ഞാൻ പക്ഷെ ചിക്കൻ ഫ്രൈ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇതങ്ങനെ വലിച്ചു വാരി തിന്നാൻ പറ്റുന്ന ചിക്കൻ അല്ല, ഇതൊരു രോഗമാണ്. രോഗോ? അതെ, ഈ ചിക്കൻ കുനിയ എന്ന് പറയുന്നത് ഒരു ഭീകര പകർച്ചവ്യാധിയാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യം, നമ്മുടെ ആരോഗ്യം എല്ലാം പോവും, സൗകര്യം നശിക്കും. ചികിത്സയ്ക്ക് ആവശ്യമുള്ള കാശോ പറയാനുമില്ല. അല്ല എടാ, അതിന്റെ പേര് നീ ഓഫീസിൽ പോകാതിട്ട് എന്താ കാര്യം? അതാണ് പറഞ്ഞു വരുന്നത്. ഈ ചിക്കൻ കുനിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം രോഗമാണല്ലോ. ഒരാൾക്ക് ഈ രോഗം വന്നിരിക്കട്ടെ, അയാൾക്ക് ആ അസുഖമാണെന്ന് അപ്പം അറിയാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ അയാളോട് ഇടപഴകുകയോ അടുത്തു നിൽക്കുകയോ തൊടുകയോ എന്തിന് മിണ്ടുകയോ ചെയ്ത ആൾക്ക് പോലും ഈ അസുഖം വരും. പിന്നെ ഞങ്ങളുടെ ആഫീസിലെ ശിശുപാലിന് ഈ അസുഖമുള്ള കാര്യം ഞങ്ങൾ അറിയുന്ന ഇന്നാ. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങളൊക്കെ ശിശുപാലിനോട് അടുത്തിടപെട്ടില്ലേ. അതുകൊണ്ട് ഈ അസുഖം എനിക്ക് വരുന്ന ഉറപ്പാ. അതുകൊണ്ടായില്ല. എനിക്കും അസുഖം വന്നിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായില്ലേ. അത്രയും ദിവസവും ഭാമ എന്റെ കൂടെ ആയിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഭാമയ്ക്കും ഇത് വരാതിരിക്കില്ല. അത് പോട്ടെ, വല്യമ്മ എന്നാ പോണേ? അത് പിന്നെ ഞാൻ എനിക്കെന്തായാലും ഈ ആഴ്ച രോഗം വരും. 2 ദിവസം കഴിഞ്ഞ് ഭാമയ്ക്കും. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വേദനയാണെന്നാ പറയുന്നത്. ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും ഭാമയും കഷ്ടത്തിലാവും. ഞങ്ങളെ സഹായിക്കാൻ വല്യമ്മോട് ഉണ്ടാവണം, അതല്ലേ നല്ലത്. പക്ഷേ അതെങ്ങനെയാ? നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ പോരല്ലോ. വേറെ ആരെങ്കിലും വെക്കുന്നല്ലേ നല്ലത്. അയ്യോ, ഭക്ഷണത്തിന്റെ പ്രശ്നമൊന്നും അല്ല വല്യമ്മേ. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ 1-2 വർഷത്തേക്ക് കാര്യമായ വിശപ്പേ ഉണ്ടാവില്ല. ഈ രാവിലെ 1 ഗ്ലാസ് കഞ്ഞി കുടിച്ചാ പിന്നെ രാത്രി 1 ഗ്ലാസ് കഞ്ഞി, അത് മതി. അല്ല മോനെ മോഹനകൃഷ്ണ, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. അയ്യോ, അങ്ങനെ പോകരുത്. ഞങ്ങൾക്കൊരു സഹായത്തിന് ഇവിടെ ആരാ ഉള്ളത്? അല്ലെങ്കിലും എനിക്ക് ഇവിടെ അങ്ങനെ താമസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോയെന്ന് ഭാമിയോട് പറഞ്ഞാൽ മതി. എന്നാലും എന്നാലും ഇല്ല, മാറേക്ക്. അല്ലെങ്കിലും നീ വന്ന ഉടനെ ഞാൻ പോവായിരിക്കായിരുന്നു. എന്നാ വരട്ടെ മോനെ. ഞാൻ മാറടാ. ഇത്ര സിമ്പിളായിരുന്ന ഉത്തമനെ സമ്മതിക്കണം. ഇതിന്റെ പേരിൽ ഉത്തമനൊരു വലിയ പാറ്റ് കൊടുക്കണം. ഒരു ചായ വാങ്ങി കൊടുത്താലും വേണ്ടില്ല. മല പോലെ വന്നത് എലി പോലെ പോയില്ലേ. ചിക്കൻ ഗുനിയ, ചിക്കൻ ഗുനിയ, ചിക്കൻ ഗുനിയ, ചിക്കൻ ഗുനിയ, ചിക്കൻ ഗുനിയ. ഉൽപ്പലാക്ഷി വല്യമ്മേ, മോഹനകൃഷ്ണന്റെ അടുത്ത് ആ കളി. എന്തത്? ഓഫീസിൽ പോയിട്ട് തിരിച്ചു പോന്നോ? നീ ആഫീസിൽ പോയില്ല? വല്യമ്മ വന്ന ദിവസമല്ലേ, ചെല്ലില്ലാന്ന് ഹരിചന്ദ്ര സാറിനോട് വിളിച്ചു പറഞ്ഞു. മോഹനേട്ടൻ എന്താ തിരിച്ചു പോന്നത്? അത് പിന്നെ ഞാനും ആലോചിച്ചപ്പോ വല്യമ്മ ഇവിടെ ഉണ്ടല്ലോ. അപ്പോ ഞാനും ആഫീസിൽ പോകാതിരിക്കുന്നതാണല്ലോ നല്ലത്. ശീലാപതി സാറിനെ വിളിച്ച് ഞാനും പറഞ്ഞു. നോണ ഇത് ഞാൻ വിശ്വസിക്കില്ല. ഒന്നാമത് വല്യമ്മ വന്നതേ മോഹനേട്ടൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. രണ്ടാമത് വല്യമ്മ എന്നല്ല, ഇന്ന് സാക്ഷാൽ ഈശ്വരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും മോഹനേട്ടൻ ലീവ് എടുക്കൂല. പറ, എന്താ സംഭവം? എന്താ ചിരിക്കുന്നത്? വല്യമ്മയ്ക്ക് നീ എന്തൊക്കെ കൊടുത്തു തിന്നാൻ? അതല്ലേ തമാശ. വല്യമ്മയ്ക്ക് എന്തോ വ്രതവാ. 1 ഗ്ലാസ് പച്ചവെള്ളം മാത്രമാകെ കുടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്തൊരു തീറ്റയായിരുന്നു. ഇപ്പൊ എന്ത് കൊടുത്തിട്ടും വേണ്ട.
എനിക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം ഓർത്തിട്ടാണ് മോഹനേട്ടൻ ഓടി പോന്നേന്ന്. അതുപോലെ മോഹനേട്ടന്റെ 2 മുണ്ടെടുത്ത് വല്യമ്മയ്ക്ക് കൊടുത്തു. ഒന്നും വേണ്ടാന്ന് വല്യമ്മ. കഴിഞ്ഞ തവണ മോഹനേട്ടന് 4-5 മുണ്ടല്ലേ കൊണ്ടുപോയത്. അത് ഞാൻ വിശ്വസിക്കില്ല. നീ മുണ്ടെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ കൊണ്ടുപോയിട്ടുണ്ടാവും. ഇല്ലെന്നേ. സംശയം തോന്നി ഞാൻ കാര്യമായിട്ട് അന്വേഷിച്ചപ്പോഴല്ലേ അറിയുന്നത്. വല്യമ്മയ്ക്ക് ഇപ്പൊ ഒന്നിനോടും ആർത്തിയില്ലല്ലോ. അവരുടെ കൈ നിറയെ കാശല്ലേ. ആശോ. അവരുടെ കുറെ സ്ഥലം പണ്ട് സർക്കാർ റോഡിനായിട്ട് ഏറ്റെടുത്തിരുന്നല്ലോ. അതിന്റെ കാശ് അവർക്ക് കിട്ടി. ഇപ്പം കയ്യിൽ ഇഷ്ടം പടി കാശ. വല്യമ്മയുടെ കയ്യിൽ കാശ് വന്നപ്പോ അവരെ ഇഷ്ടമില്ലാതിരുന്ന ബന്ധുക്കളെല്ലാരും കൂടി ചുറ്റും കൂടി. പക്ഷെ ഒറ്റ പൈസ അവർക്കാർക്കും കൊടുത്തില്ല. വല്യമ്മ പറഞ്ഞത്രേ, അവരുടെ കാശില്ലാതിരുന്ന നേരത്ത് സത്യഭാമ ഈ ഞാൻ മാത്രമേ അവരെ സഹായിച്ചിട്ടുള്ളൂന്ന്. അതുകൊണ്ട് ആ കാശ് സത്യഭാമയ്ക്ക് കൊടുക്കൂന്ന്. സത്യം സത്യം. ആ കാശുമായിട്ടാ വല്യമ്മ വന്നത്. ഇനി അവര് കാശിക്ക് മറ്റു തീർത്ഥാടനത്തിന് പോവത്രേ. എന്നിട്ടാ കാശ് നിനക്ക് തന്നോ? ഞാൻ വാങ്ങിച്ചില്ല. മോഹനേട്ടനോട് ചോദിക്കാതെ ആ കാശ് വാങ്ങുന്നത് ശരിയല്ലല്ലോ. മോഹനേട്ടൻ വരുമ്പോ നേരിട്ട് കാശ് മോഹനേട്ടനെ കൊടുത്താ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ്, വല്യമ്മ അപ്പുറത്തുണ്ട്, ഞാൻ വിളിക്കാം. കാശ് മോഹനേട്ടൻ തന്നെ വാങ്ങിച്ചാ മതി. എന്താ? വല്യമ്മ അപ്പുറത്തില്ല. ഉണ്ടല്ലോ, ഞാൻ കുറച്ചു മുന്നേ കണ്ടതല്ലേ. കുറച്ചും അപ്പുറത്തുണ്ടായിരുന്നു, ഞാനും കണ്ടതാ. പക്ഷെ അവര് പോയി. പോയോ? എങ്ങോട്ട്? ഈ കാശിക്കായിരിക്കും. ഞാൻ പറഞ്ഞു വെച്ച് നോക്കിയാ ചിലപ്പോ അതും കഴിഞ്ഞു പോകാനാ സാധ്യത. മോഹനേട്ടൻ എന്താ പറഞ്ഞത്? ഈ പോയ ബുദ്ധി ആന പിടിച്ചാ കിട്ടുമോ? അതുപോലെ ഈ പോയ വല്യമ്മയും നമ്മൾ പിടിച്ചാ കിട്ടില്ല. പോയത് പോട്ടല്ലേ. എനിക്ക് ആഫീസിൽ പോലെ നേരമായി ഭാമ. ഞാനും പോട്ടെ ഭാമ. എന്താ കാര്യം വെച്ചാ പറ മോഹനേട്ടാ. അതെ, എന്താ? ഞാനേ കഷ്ടം. പണ്ട് ചെയ്തു കൊടുത്ത സഹായത്തിന് പ്രതിഫലമായിട്ട് വന്ന ഒരാളെ നുണ പറഞ്ഞ് ഓടിച്ചപ്പോ തൃപ്തിയായല്ലോ. സോറി, മൈ മിസ്റ്റേക്ക്. തെറ്റുകൾ പറ്റുന്നത് മനുഷ്യ സഹജമാണെങ്കിലും തെറ്റുകൾ മാത്രം പറ്റിക്കൊണ്ടിരിക്കുന്നത് ശുഭലക്ഷണമല്ല. ഇത്തരക്കാർക്ക് അടിയുടെ കുറവാണെന്ന് നാട്ടിൻ പുറത്തുള്ളവർ പറയും. തെറ്റുകൾ പറ്റിയും തിരുത്തിയും വീണ്ടും തെറ്റുകൾ പറ്റിയുമുള്ള മോഹനകൃഷ്ണന്റെ ജൈത്രയാത്ര തുടരുമ്പോൾ നിസ്സാരങ്ങളിൽ നിസ്സാരമായ മറ്റൊരു കാര്യവുമായി കാര്യം നിസ്സാരം തിങ്കളാഴ്ച രാത്രി 9 മണിക്ക്.